ഹായ്, എല്ലാവർക്കും സുഖമാണോ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു പുതിയൊരു മേക്കപ്പ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ മുഖം നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഗ്രീൻ ടീയുടെ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ടോണറാണ് അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് മുഖത്ത് നല്ല രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് നമുക്കൊരു ലിപ് ബാം അപ്ലൈ ചെയ്യാം. ഇത് നിവ്യയുടെ ലിപ് ബാമാണ്. അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോഴത്തേക്കും നല്ല രീതിയിലൊന്ന് ലിപ്സ്റ്റിക്ക് ലിപ്പിലിരിക്കും. അതിനുശേഷം ഞാനൊരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ബഞ്ചാരാസിൻ്റെ അലോവേര ജെല്ലാണ്. അപ്പോൾ മോയ്സ്ചറൈസറായിട്ടും പ്രൈമറായിട്ടും ഞാനിത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു എമൗണ്ട് എടുത്തിട്ടുണ്ട്. മുഖത്ത് നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതൊന്ന് ഫുൾ മുഖത്തൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ. സോ ആരും മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യരുത്. അടുത്തത് ഞാനൊരു കളർ കറക്റ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഓറഞ്ച് കളറാണ്. ഇത് ഡാർക്ക് സർക്കിൾസ് ഉള്ള ഭാഗത്തും പിന്നെ നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഓറഞ്ച് കളർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ഈവൻ ടോണായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓറഞ്ച് കളർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡാർക്ക് കളറുള്ള ഭാഗം ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓറഞ്ച് കളർ യൂസ് ചെയ്യുന്നത്. ഇത് ഐബ്രോവിൻ്റെ പ്രോ കൺസീലർ ആണ്. ഈ ഓറഞ്ച് കളർ നല്ല രീതിയിലൊന്ന് ഡാബ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക. ഫിംഗർ ഇട്ട് തന്നെ ആദ്യം ഒന്ന് നല്ല രീതിയിലൊന്ന് ഡാബ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഫിംഗേഴ്സാണ് ഈ പ്രോഡക്റ്റ് അബ്സോർബ് ആവില്ല, പിന്നെ നല്ലൊരു ഫിനിഷ് കിട്ടും. സോ ആദ്യം തന്നെ നമുക്ക് ഫിംഗേഴ്സ് ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് ഡാബ് ചെയ്യാം. നല്ല രീതിയിൽ ഫുള്ളായിട്ടൊന്ന് നമ്മൾ ഡാബ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. എൻ്റെ ഷെയ്ഡ് 340 ആണ്. ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനൊരു 2 പമ്പ് എടുക്കുന്നുണ്ട്. അത്ര വേണ്ടായിരുന്നു, അത് കൂടുതലായിരുന്നു. ജസ്റ്റ് ഒരു പമ്പ് തന്നെ ധാരാളമാണ്. ജസ്റ്റ് ഫേസിലിങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫിംഗേഴ്സ് വെച്ച് തന്നെ ആദ്യം ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു ബ്രഷ് ഇട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ബ്രഷ് അബ്സോർബ് ആകും, എന്നാൽ ആവശ്യത്തിനുള്ള പ്രോഡക്റ്റ് ഫേസിലിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാനെടുത്ത പമ്പ് ഇച്ചിരി കൂടുതലാണ്. ജസ്റ്റ് ഒരു 1 പമ്പ് തന്നെ ധാരാളമാണ്. നമുക്കിപ്പോൾ അത്ര ഹെവി മേക്കപ്പ് ഒന്നും വേണ്ടല്ലോ. ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് നമ്മുടെ മുഖത്തിൻ്റെ കളറൊന്ന് ഈവനായിട്ട് ടോൺ ചെയ്തിരുന്നാൽ മതിയാകും. സോ ഇച്ചിരി കുറച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചാൽ നല്ല രീതിയിൽ ഡാബ് ചെയ്താൽ നല്ലൊരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു ഫിനിഷ് നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യമേ കൈ വെച്ച് നല്ല രീതിയിൽ ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രഷ് ഇട്ടൊന്ന് അപ്ലൈ ചെയ്യാം. അടുത്ത് ഞാനൊരു കൺസീലർ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് കറക്റ്റ് ഒരു കോണ്ടർ സ്റ്റിക്കാണ്, പക്ഷേ എനിക്ക് കിട്ടി വന്നപ്പോൾ
ഇത് ഭയങ്കര ലൈറ്റ് ഷെയ്ഡായിരുന്നു. സോ ഞാനത് കൺസീലറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് കണ്ണിൻ്റെ മുകളിലും പിരികത്തിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഐ ഷാഡോ ഒക്കെ ഇടുമ്പോൾ കണ്ണ് നല്ല വലുതായിട്ട് തോന്നും. അതിന് വേണ്ടിയിട്ടാണ് നല്ല ക്ലീൻ ആയിട്ടിരിക്കും കണ്ണ്. സോ നല്ലൊരു കൺസീലർ അപ്ലൈ ചെയ്യുക. എപ്പോഴും നമ്മുടെ കളറിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ടായിരിക്കും നമ്മൾ കൺസീലറായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ആദ്യം ഒരു ഫിംഗർ ഇട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ബ്രഷ് എടുത്താൽ മതി. സോ ഞാൻ ആദ്യമേ ബ്രഷാണ് യൂസ് ചെയ്തത്. കാരണം ഒത്തിരി പ്രോഡക്റ്റ് കണ്ണിൻ്റെ മുകളിൽ വന്നായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഫസ്റ്റിലെ തന്നെ ബ്രഷ് എടുത്ത് അപ്ലൈ ചെയ്തു. അപ്പോൾ എക്സസ് പ്രോഡക്റ്റ് ബ്രഷ് അബ്സോർബ് ചെയ്യുമല്ലോ. നല്ല രീതിയിലൊന്ന് നമ്മൾ പ്രസ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുക്കുക. സോ നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. സോ അപ്പം നമ്മൾ ഐ ഷാഡോ ഒക്കെ ഇടുമ്പോൾ നല്ല ഇതായിട്ടിരിക്കും കണ്ണ്. അടുത്ത ഞാനൊരു ഐ ഷാഡോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റാണ്. അടുത്തത് ലൈറ്റ് കളർ ഷെയ്ഡ് എടുത്ത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കണ്ണിൻ്റെ മുകളിൽ. എനിക്ക് ഐ ഷാഡോ ഒന്നും കറക്റ്റായിട്ട് ഇടാൻ അറിയില്ല. ജസ്റ്റ് അറിയുന്നത് പോലെ ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. രണ്ട് കണ്ണിലും ലൈറ്റ് കളർ എടുത്തതിന് ശേഷം കുറച്ചുകൂടി ഡാർക്ക് കളർ എടുത്തിട്ട് ഞാൻ കണ്ണിന് ചുറ്റും വീണ്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു നല്ലൊരു ഗ്ലിറ്റർ ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഗോൾഡൻ കളർ. എനിക്ക് ആ കളർ ഭയങ്കര ഇഷ്ടമാണ് കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കാണാനായിട്ട്. സോ ഞാൻ ഈ ഒരു ഡാർക്ക് കളർ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഗോൾഡൻ കളർ അപ്ലൈ ചെയ്യുന്നത്. ഐ ഷാഡോ എപ്പോൾ അപ്ലൈ ചെയ്താലും നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് ഡാർക്ക് ഷെയ്ഡിലോട്ട് വരുന്നതാണ് എനിക്ക് കുറച്ച് നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത്. സോ ഞാൻ ബ്രഷ് ഇട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര പാടാണ്. എനിക്ക് കൈ വെച്ച് അപ്ലൈ ചെയ്യാനാണ് എപ്പോഴും ഇഷ്ടം. ഫിംഗേഴ്സ് വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് ഞാൻ പെട്ടെന്ന് ചെയ്ത് തീരും. അതുകൊണ്ട് ഞാൻ കൈ വെച്ചാണ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ബ്രഷ് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. സോ എനിക്ക് തന്നെ ഭയങ്കര കഷ്ടമായിട്ട് തോന്നി, ഭയങ്കര കഷ്ടപ്പാടായിട്ട് തോന്നി. ഒരുപാട് നേരം ബ്ലെൻഡ് ചെയ്ത് പോകണം. കൈ വെച്ച് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ചെയ്ത് തീരും, നല്ലൊരു ലുക്കും കിട്ടും. പിന്നെ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സമയമെടുത്ത് ബ്ലെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഞാനൊരു ഗോൾഡൻ കളറും ബ്രഷ് ഇട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. എപ്പോഴും ഗ്ലിറ്റർ ഷെയ്ഡൊക്കെ കൈ വെച്ച് ഫിംഗേഴ്സ് വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രസമായിട്ടിരിക്കും. സോ മാക്സിമം കൈ വെച്ച് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ണിന് താഴെയൊക്കെ ആയി, പിന്നെ അതിൻ്റെ ഗ്ലിറ്റേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡായി മുകളിലോട്ട്. സോ എനിക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി. പക്ഷേ ഞാൻ കവർ ചെയ്യുന്നുണ്ട്, വേറൊരു കളർ എടുത്ത് എൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കവർ ചെയ്യുന്നുണ്ട്. സോ മാക്സിമം ഗ്ലിറ്റേഴ്സൊക്കെ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് എവിടെയാണോ വേണ്ടത് അവിടെ ഒന്ന് പ്ലേസ് ചെയ്തതിന് ശേഷം വേറൊരു ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. അടുത്തത് നമുക്ക് ഐബ്രോ ഷേപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമ്മൾ എൻ്റെ പഴയ മസ്കാരയുടെ അകത്തുണ്ടായിരുന്ന സാധനങ്ങൾ ഞാൻ കഴുകി ഒടിച്ചെടുക്കുകയാണ്. സോ അതിട്ടൊന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാം. ഞാനിവിടെ മ്യൂസിക് ഫ്ലവറിൻ്റെ ഐബ്രോ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അത് ബ്രൗൺ കളറാണ്. ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു ബ്രഷാണിത്. അപ്പോൾ അത് ജസ്റ്റ് കുറച്ചൊന്ന് എടുത്തതിന് ശേഷം ഐബ്രോ ആദ്യമേ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷമായിട്ടാണ് ഞാനതൊന്ന് ഷേപ്പ് ചെയ്യുന്നത്. എൻ്റെ 2 ഐബ്രോസും 2 ഷേപ്പാണ്. അപ്പോൾ സോ നല്ല രീതിയിലൊന്ന് ഐബ്രോ എഴുതി കൊടുക്കുക. മാക്സിമം ബ്രൗൺ കളറിലെ ഒരു പെൻസിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ജെല്ല് ഉപയോഗിച്ചിട്ടോ നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഐബ്രോ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ ഒരു ലുക്ക് തന്നെ മാറും. നല്ലൊരു ഫിനിഷ് ലുക്ക് കിട്ടും നമുക്ക്. നല്ല ഒരു അടിപൊളി ലുക്ക് കിട്ടും. സോ ആരും ഐബ്രോ ഷേപ്പ് ഫില്ല് ചെയ്യാൻ മറക്കരുത്. അടുത്തത് നമുക്ക് കുറച്ച് ലൂസ് പൗഡർ, നമ്മുടെ സാധാ എൻചാൻഡറിൻ്റെ പൗഡറാണ്. അപ്പം ഞാൻ നല്ലതായിട്ട് വിയർക്കുന്നുണ്ടായിരുന്നു.
സോ ഞാൻ കുറച്ച് പൗഡർ എടുത്തിട്ട് എൻ്റെ വിയർക്കുന്ന ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അതങ്ങനെ തന്നെ ഇരുന്നോളും. എന്നാൽ അത് കഴിഞ്ഞ് ഞാൻ വിയർക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എന്നാലും കുറച്ച് നേരം അതൊന്ന് ആ പൗഡർ അങ്ങനെ തന്നെ കുറച്ച് നേരം അവിടെ തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ മേക്കപ്പ് മൊത്തം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് തൂത്ത് കളഞ്ഞാൽ മതി. ജസ്റ്റ് അപ്പോൾ അത്യാവശ്യം അത് അവിടെ തന്നെ ഇരിക്കും. നമ്മൾ വിയർക്കുമ്പോൾ അത് ഒലിച്ചൊന്നും പോകത്തില്ല, അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ അടുത്ത ഞാൻ കണ്ണെഴുതാനാണ് പോകുന്നത്. ഞാനിവിടെ കളർസെൻസിൻ്റെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. കണ്ണെഴുതുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ആദ്യമേ തന്നെ ഞാനൊരു ചെറിയ ലൈൻ കട്ടി കുറച്ചിട്ടുള്ളൊരു വിങ്ങാണ് ഉദ്ദേശിച്ചത്. ഐലൈനർ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. നമുക്ക് കട്ടി കൂട്ടി എഴുതണോ, കട്ടി കുറച്ച് എഴുതണോ, വിങ്ങിട്ട് എഴുതണോ, വാലിട്ട് എഴുതണോ, അത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഞാൻ ആദ്യമേ ഒരു കട്ടി കുറച്ച് ചെറിയൊരു വാലൊക്കെ ഇട്ടിട്ട് കണ്ണെഴുതാനാണ് ശ്രമിച്ചത്. പക്ഷേ എനിക്കത് കഴിഞ്ഞ് വീണ്ടും വേണമെന്ന് തോന്നിയിട്ട് ഞാൻ വീണ്ടും എഴുതുന്നുണ്ടായിരുന്നു. സോ നമുക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. മേക്കപ്പ് എന്ന് പറയുന്നതിന് നമ്മളെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാൻ ആഗ്രഹമുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. സോ അത് നമുക്ക് പുറത്ത് പോകുമ്പോൾ ചെയ്യാം, വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ചെയ്യാം. ഇതൊക്കെ ഞാൻ പുറത്ത് പോകുമ്പോൾ ചെയ്യുന്ന വീഡിയോസ് അല്ല, ഒരുങ്ങുന്നതല്ല, വെറുതെ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ തോന്നിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇതൊക്കെ ഒരു ജസ്റ്റ് ട്രൈ, നമ്മുടെ മൂഡ് ഓഫ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു മേക്കപ്പൊക്കെ ഒന്നിട്ട് നോക്കാം. ഒന്ന് ഐ ഷാഡോ ഒക്കെ ഒന്നിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കിൻ്റെ പല ഷെയ്ഡ്സ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഞാനും ആദ്യമായിട്ടൊക്കെ തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ മേക്കപ്പ് നല്ല രീതിയിൽ ഞാൻ ചെയ്ത് പഠിക്കുന്നത്. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടായിരിക്കുന്നത്. എനിക്കിപ്പോഴും കറക്റ്റായിട്ടൊന്നും അറിയില്ല. എനിക്കറിയാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ട്രൈ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സോ ഞാൻ മസ്കാര ഇട്ട് കൊടുക്കുകയാണ്. നല്ലൊരു കോട്ട് ഇട്ട് കൊടുക്കണം. നല്ല രീതിയിൽ കണ്ണ് വിടർന്ന് വരും. മസ്കാര ഇടുമ്പോൾ കണ്ണിൻ്റെ പീലിയൊക്കെ നല്ല വിടർന്ന് വന്നിട്ട് കണ്ണിന് നല്ലൊരു വലിപ്പം തോന്നിക്കും. ഓൾറെഡി നമ്മൾ മുകളിൽ മാത്രമായിട്ട് വിങ് ലൈനർ ഇട്ട് എഴുതുവാണെങ്കിൽ തന്നെ കണ്ണിന് വലിപ്പം തോന്നിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മസ്കാരയും കൂടെ ഒരു 1-2 കോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല വലിപ്പം തോന്നിക്കും. അപ്പോൾ മസ്കാര ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐലൈനറിൻ്റെ ആ ബ്രഷ് വെച്ച് തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഐലാഷസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കൈവച്ച് തൂത്ത് കളയണം, അല്ലെങ്കിൽ കണ്ണിൻ്റെ മുകളിലൊക്കെ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ രണ്ടാമതായിട്ട് കുറച്ചുകൂടെ കട്ടിക്ക് ഐലൈനർ എഴുതി കൊടുക്കുകയാണ്, കുറച്ചുകൂടെ വലുതായിട്ട്. അപ്പോൾ കണ്ണ് നല്ല വിടർന്നിരിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നല്ല രീതിയിൽ നല്ലൊരു വിങ്ങൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് കണ്ണെഴുതി കൊടുക്കുകയാണ്. നല്ല രീതിയിൽ അങ്ങനെ കണ്ണെഴുതുക. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. കണ്ണ് നല്ല വലുതായിട്ട് വിടർന്നിരിക്കും. സോ കണ്ണെഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കണ്ണ് അത്ര വലുതായി, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതിനുശേഷം ഇതൊരു കാജലാണ്, ബ്രൗൺ കളറ്. ഇതെൻ്റെ ഒരു കൂട്ടുകാരി മേടിച്ചതാണ്, സംഗീത. അവൾക്ക് മേടിച്ചിട്ട് അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെയാണ്. ഇത് അത്യാവശ്യം നല്ല എക്സ്പെൻസാണ്. നല്ലൊരു ഭയങ്കര ഒരു ആയുർവേദിക് സ്മെല്ലാണിതിന്. നല്ലൊരു മണമാണ്. അതുപോലെ തന്നെ പക്ഷെ കണ്ണിലെഴുതുമ്പോൾ എഴുതി നമുക്ക് അറിയാൻ പറ്റും കേട്ടോ, ചെറിയൊരു ഫീൽ ഉണ്ടാകും. എൻ്റെ കണ്ണ് നല്ലതായിട്ട് നിറഞ്ഞു വന്നു. കുറേ നേരമായില്ലേ കണ്ണിലിട്ട് പണി കൊടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നല്ലതായിട്ട് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ബഡ്സ് വെച്ചിട്ട് വെള്ളം ഇങ്ങനെ ഒപ്പിയെടുക്കുകയാണ്. അതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് ഉണങ്ങാൻ വേണ്ടിയിട്ട്. സോ പിന്നെ ഒരു പൊട്ടും കൂടെ തൊട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടുകൂടെ തൊടുമ്പോഴത്തേക്കും ഫേസിലെ ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും. അതിനുശേഷം ഞാനൊരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഇതൊരു റോൺസില്ലി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കാണ്. 10 എണ്ണമായിട്ട് കിട്ടിയതാണ്. സോ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ലിപ്സിനകത്ത് ഈ ലിപ്സ്റ്റിക്ക് ഇട്ടാൽ നല്ലതായിട്ട് ഇരിക്കത്തുള്ളൂ. ഇതിപ്പോൾ കുറേ നേരമായതിനു ശേഷമാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടത്. അപ്പോൾ ഇങ്ങനെ പാട പോലെ ഇരിക്കും. അത്ര നല്ല ലിപ്സ്റ്റിക്കൊന്നും അല്ല. അതിൻ്റെ പക്ഷേ ഒറിജിനൽ പ്രൈസ് ഒരു 799 കിടക്കുന്നത്. എന്തോ 199 ഞാൻ മേടിക്കുന്നത്.
എന്നാലും ഉപയോഗിക്കാം. അത്യാവശ്യം നമുക്ക് ചെറിയ ചെറിയ മേക്കപ്പ് വീഡിയോസിനൊക്കെ ഉപയോഗിക്കാം. എനിക്ക് ആദ്യമായിട്ട് ഷെയ്ഡ് ഇഷ്ടപ്പെട്ടില്ല. ഇത് 3ാമത്തെ ഷെയ്ഡാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇവിടെ ഭയങ്കര ചൂടായിരുന്നു. ഞാൻ ഫാൻ നീക്കി വെച്ചിട്ടാണ് വീഡിയോ എടുത്തത്. ഭയങ്കര ചൂടായിരുന്നു. സോ എനിക്ക് ലാസ്റ്റ് ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാനൊരു ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ബാക്കിലായിട്ട് ഒരു കൺസീലറൂടെ വരുന്നുണ്ട്. സോ ഇത് കോണ്ടർ സ്റ്റിക്ക് എന്ന് പറഞ്ഞ് തന്നത്. പക്ഷേ ഇത് എനിക്ക് കിട്ടിയപ്പോൾ കളർ ഭയങ്കര ലൈറ്റായിരുന്നു. സോ ഞാനത് കൺസീലറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റർ ഞാൻ ജസ്റ്റ് ഐബ്രോയുടെ അവിടെയും മൂക്കിൻ്റെ അവിടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. പക്ഷേ ഇത് ജസ്റ്റ് കാണുമ്പോൾ നല്ല ഹൈലൈറ്റ് ആണെങ്കിലും ഭയങ്കര ഗ്ലിറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഫേസിൽ ഭയങ്കരമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അറിയത്തേ ഇല്ല. നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയില്ല. അതുമാതിരിയാവും. നല്ലതാണ്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഇട്ട് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുഴപ്പമൊന്നുമില്ല. നല്ല സാധനമാണ്. അതിനുശേഷം ഞാൻ മുടി ഒന്ന് പോണിറ്റെയിൽ കെട്ടുവാണ്. സോ ലാസ്റ്റ് ലുക്ക് എനിക്ക് ഇഷ്ടമായി. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.